ഈ പൗർണമി മഹാശിവരാത്രി കഴിഞ്ഞ് വരുന്ന മാർച്ച് 3-നുള്ള പൗർണമി നമ്മൾ സാധനപാതയിൽ പോകുന്നവർക്ക് അവരുടെ ഇടനാടിക്ക് വളരെ വലിയ രീതിയിൽ ശക്തി വന്ന് പ്രാപിക്കുന്ന ദിനമാണ്. നോക്കൂ, നമ്മളൊരു ദീക്ഷ കിട്ടിയിട്ടോ നമ്മൾ ആത്മീയപരമായുള്ള സാധന ചെയ്യുന്ന മോക്ഷത്തിന് വേണ്ടി ഇച്ഛ കൊടുത്തു പോകുന്നവർ അല്ല ആ പാതയിൽ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇല്ലാതാക്കേണ്ടത് നമ്മുടെ പൂർവികരിൽ നിന്നുള്ള ഒരു ബന്ധമാണ്. ഈ ശരീരത്തിന് കാരണമായിരിക്കുന്നത് അവരാണ്. അപ്പം ചന്ദ്രനാണ് ഇതെല്ലാം തന്നെ, ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും. നോക്കൂ, നിങ്ങൾ കുണ്ടലിനിയൊക്കെ ഉയർന്ന യോഗികളെ നോക്കിയാൽ മതി. അവർക്ക് പൗർണമി ദിവസങ്ങളിൽ ഇടനാടിയാണ് അവരിൽ സ്വാധീനിക്കുന്നത് കൂടുതലും. അന്നത്തെ ഒരു ദിവസം മാത്രം അവരുടെ ഇടത് കണ്ണ് പൂർണ്ണമായിട്ടും അടഞ്ഞു പോകും തന്നെ, വലത് കണ്ണ് മാത്രം തുറന്നിരിക്കും. പിറ്റേ ദിവസം അത് ഓക്കെ ആവുകയും ചെയ്യും. അത്രയും ഫിസിക്കലി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുണ്ടലിനി ഉയർന്നു കഴിഞ്ഞാൽ. നോക്കൂ, നമ്മുടെ നട്ടലിൻ്റെ കുണ്ടലിനി ഉയർച്ച എന്ന് വെച്ചാൽ തന്നെ സ്വാധിഷ്ഠാനമാണ് ജന്മചക്രത്തിലേക്ക് കാരണമാകുന്നൊരു ചക്രം. നട്ടലിലൂടെ എപ്പോഴാണോ വീര്യം മുകളിലോട്ട് പൊന്തുന്നത് അപ്പം മാത്രമാണ് നമുക്ക് മോക്ഷം ലഭിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് അതിലൂടെ ചലിക്കുമ്പം. എന്നാൽ അതിന് അഴിവുണ്ടാക്കേണ്ടത്, അതിന് കൃപ ചൊരിയണമെങ്കിൽ ചന്ദ്രൻ്റെ അനുഗ്രഹം വേണം. ചന്ദ്രന് പറ്റിയ യോഗയോ ചന്ദ്രന് പറ്റിയ മന്ത്രമോ ചന്ദ്രന് പറ്റിയ താന്ത്രികവും ഇല്ല. ചന്ദ്രൻ തന്നെ പൂർണ്ണമായിട്ടും ഒരു പ്രത്യേകതരം രീതിയിൽ പൂർവികരുമായുള്ള അവരുടെ സ്പന്ദനത്തെ മനസ്സിലാക്കി ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട്. ഇപ്പം യോഗീശ്വരലിംഗ സന്നിധിയിലൊക്കെ എന്തെങ്കിലും പൂർവികപരമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവരുടെ സ്പന്ദനത്തെ മനസ്സിലാക്കി അത് ചെയ്യത്തുള്ളൂ. അതും പൂജയാണ്. പക്ഷെ അതിന് പ്രത്യേകതരം രീതിയിലൊരു മന്ത്രമോ അല്ലെങ്കിൽ തന്ത്രമോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഊർജത്താൽ അതിനെ പുണ്യപ്പെടുത്തുന്നൊരു രീതി, ഒരു ഊർജവിദ്യ. ഈ വട്ടം മാർച്ച് 3-ന് 7 മണി തൊട്ട് 9 മണി വരെ ഗൂഗിൾ മീറ്റ് വഴി നമുക്കൊരു തർപ്പണം ചെയ്യുന്നുണ്ട് നമ്മുടെ പിതൃക്കൾക്കായിട്ട്. അതൊരു പ്രത്യേകതരം രീതിയിൽ നമ്മളെ അത് സ്വാധീനിക്കും. നമുക്ക് കൃപ തുറന്നു കിട്ടും. ചന്ദ്രനിൽ നിന്നുണ്ടാവേണ്ട ഒരനുഗ്രഹമുണ്ട് നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ. അതിന് ഈ പൗർണമി വളരെ സാധ്യത നിറഞ്ഞതാണ്. നമുക്ക് അതിനെ ഉപകരിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ഇടുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും. നമ്മൾ അതിനനുസരിച്ച് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരിക്കും ഇതിനുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത്. നമസ്കാരം.